സ്നേഹമുള്ളവരെ, തലമുറക്കൽ വിവാദത്തിൽ ഇന്ന് നടക്കുന്നത് നാട്ടു നടപ്പനുസരിച്ചുള്ള വിവാദങ്ങളും അഭിപ്രായങ്ങളും ന്യായീകരണങ്ങളും ഒക്കെയാണ്. ഈ കാര്യത്തിൽ യഥാർത്ഥ ഇസ്ലാമിൻ്റെ, അതായത് അള്ളാഹുവും അള്ളാഹു റസൂലും പഠിപ്പിച്ചു തന്ന ദീനി വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ അഭിപ്രായം അല്ലെങ്കിൽ മതത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഉള്ള മതത്തിൻ്റെ അഭിപ്രായം എന്താണെന്ന് നോക്കാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു, മുസ്ലിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ജീവിതം, അതായത് മുസ്ലിങ്ങളുടെ ജീവിതം ഈ ദുനിയാവിൽ, ഈ നാട്ടിൽ നരകതുല്യമാണ്. അതേ സ്ഥാനത്ത് അവിശ്വാസികളുടെ ജീവിതം സ്വർഗതുല്യമാണ് എന്ന് നബി നമ്മളെ പഠിപ്പിക്കുന്നു. ഇതിൻ്റെ നേരർത്ഥം പരിശോധിച്ചാൽ നമുക്ക് എവിടെ ചെന്നാലും ഏത് വിധത്തിലായാലും ശരി നരകപരമായ, അതായത് വിഷമാവസ്ഥയിലുള്ള ഒരു ജീവിതമാണ് ലഭിക്കുക, മറ്റുള്ളവർക്ക് സ്വർഗതുല്യമായ ജീവിതമാണ് ലഭിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ ഏറ്റുമുട്ടിയാലും തോൽക്കാൻ സാധ്യത നമുക്കാണ്. കാരണം നമുക്ക് പരിമിതികളുണ്ട്. ഇപ്പോൾ ഈ അവസ്ഥ നോക്കുക. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, നിങ്ങളുടെ മതപരമായ നിയമം അനുസരിച്ച് ഇവിടെ പഠിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ യഥാർത്ഥ ഇസ്ലാമിൻ്റെ കടമ അതനുസരിച്ച് കൊണ്ട് തിരിച്ചു പോരലാണ്. ഇന്നിപ്പോൾ യഥാർത്ഥ മുസ്ലിം മതവിശ്വാസിയാണ് എങ്കിൽ ആ കുട്ടിയുടെ പിതാവ് ചെന്നിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് അധികാരികളോട് പറയണം, ഈ 2-3 ദിവസം നിങ്ങൾക്കുണ്ടായ വിഷമതയിൽ ഞാൻ ഖേദിക്കുന്നു, എൻ്റെ മകളെ ഞാൻ മറ്റ് ഹിജാബ് ധരിച്ച് പഠിക്കാൻ അനുവദിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർത്താൻ ആഗ്രഹിക്കുന്നു, അതിന് TC വേണ്ടത് നിങ്ങൾ തരണം എന്ന് പറഞ്ഞ് അത് വാങ്ങിച്ചു കൊണ്ടുവന്ന് അങ്ങനെ പഠിപ്പിക്കുന്നു. സ്കൂളിൽ ചേർത്തലാണ് ഇസ്ലാം മതവിശ്വാസിയുടെ കടമ. പക്ഷെ ഇന്നിവിടെ ചെയ്താലോ അതാരും ഒരു പക്ഷെ അംഗീകരിക്കില്ല. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വിഷയം. നമുക്ക് മറ്റൊരാളുടെ ഒരു സ്വത്തും ഒരു വിധത്തിലും നമ്മൾക്ക് അർഹതപ്പെട്ടതല്ല. ഒരു പക്ഷെ അയാൾ തന്നാൽ പോലും വേണ്ട എന്ന് പറയാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമ്മുടെ കൈ മേലെ കൈയാണ് ഇസ്ലാമിന്, താഴെ കൈ ഇല്ല എന്നർത്ഥം. മഹാകവി ഇക്ബാലാണെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം എന്ന് പറഞ്ഞാൽ അത് തൊടിയിലും പറമ്പിലും കൊത്തിപ്പൊറുക്കുന്ന കാക്കയും മൈനയുമൊന്നുമല്ല, അത് വൻകാട്ടിലെ വൻവൃക്ഷത്തിൻ്റെ ഏറ്റവും വലിയ കൊമ്പിൽ കൂട് കെട്ടി താമസിക്കുന്ന പരുന്താണ് അല്ലെങ്കിൽ ഫാൽക്കണാണ് എന്നൊക്കെ. ഇതിനർത്ഥം പരുന്തിന് താഴെ വന്ന് ഈ കാക്കയെയും മറ്റ് പക്ഷികളെയും എടുത്ത് രാജ്യം കൊണ്ടുപോയി ജീവിക്കണമെന്നൊന്നുമല്ല, അതല്ലെങ്കിൽ മുസ്ലിം അവിടെ പോയി താമസിക്കണമെന്നുമല്ല. ഇസ്ലാമിൻ്റേതായ രീതിയിൽ ഒരു ചിന്താ പദ്ധതി ഉണ്ട്. അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ അല്പം വിഷമമുള്ളതാണ്. നമ്മൾ നാട്ടു നടപ്പനുസരിച്ച് ജീവിക്കുന്നു, ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ അനുസരിക്കുന്നത്. നമുക്ക് നമ്മുടേതായ ചില നിയമങ്ങളുണ്ട്. ഉദാഹരണത്തിന് നോക്കുക, നിങ്ങളുടെ അടുത്ത് ഒരു മിച്ചഭൂമിയുണ്ട്, ആർക്കും അവകാശമില്ലാത്ത, നിങ്ങൾക്കും അവകാശമില്ല എന്ന് നിങ്ങൾക്കും അറിയാം. അത് ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങളത് വാങ്ങിക്കാൻ പാടില്ല. കാരണം ആ ഭൂമി നിങ്ങളുടേതല്ല എന്നാണ് അതിനുള്ള കാരണം. എന്തും അങ്ങനെ തന്നെ. ഒരാൾ എൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ വരരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരൊക്കെ വരുന്നുണ്ടല്ലോ, എനിക്ക് മാത്രം എന്തുകൊണ്ട് വന്നുകൂടാ എന്ന് ചോദിക്കാൻ പാടില്ല, അങ്ങോട്ട് പോകാൻ പാടില്ല. നമ്മൾ സ്വന്തം വീട്ടിലേക്ക് കയറുമ്പോൾ പോലും അവിടെയുള്ള ഭാര്യയോ മറ്റോ ഉണ്ടെങ്കിൽ അവരോട് പോലും സമ്മതം ചോദിച്ച് കയറണം എന്ന് പഠിപ്പിക്കുന്ന മതത്തിനോടാണ് ഇവരൊക്കെ ഇങ്ങനെ കളിക്കാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടേതായ സംസ്കാരമുണ്ട്. അത് വില കൊടുത്താൽ കിട്ടുന്നതല്ല. അതിനർത്ഥം മറ്റുള്ളവരൊന്നും സംസ്കാരം ഇല്ലാത്തവരാണ് എന്നല്ല, മതപരമായ സംസ്കാരമാണ് നമ്മൾ പറയുന്നത്. നമ്മളെക്കാൾ മുൻപന്തിയിലാണ് മറ്റുള്ളവരൊക്കെ, അറിവിലും വിവരത്തിലും വിദ്യാഭ്യാസത്തിലും ജോലിയിലുമൊക്കെ. പക്ഷെ നമ്മൾ ഇസ്ലാമിൻ്റെ സംസ്കാരം അവർക്കില്ല. അത് അവരും സമ്മതിക്കും. ഒരുപാട് കാര്യങ്ങളിൽ അവർക്ക് ഇസ്ലാമിക സംസ്കാരം ഇല്ല. കാരണം അവർ മുസ്ലിങ്ങളല്ലാത്തതിൻ്റെ പേരിലാണ്. ഇപ്പം അതിൽ നിന്ന് അദ്ദേഹം ആരെങ്കിലും ഇസ്ലാമിലേക്ക് വന്നാൽ അവർക്കും ഈ സംസ്കാരം കിട്ടും. അതുകൊണ്ട് അവരെ കുറച്ച് കാണിക്കാനല്ല നമ്മുടെ കടമ. ഒരു തർക്കം വിഷയം വന്നാൽ നാട്ടു നടപ്പല്ല മുസ്ലിം മതവിഭാഗം നോക്കേണ്ടത്, ആ യഥാർത്ഥമായ ഇസ്ലാമിൻ്റെ വിശ്വാസമാണ്. അതാണെങ്കിലോ ആ ഇസ്ലാമിനാണ് സാധാരണഗതിയിൽ നഷ്ടം വരുത്തുക. അവിടെ മറ്റൊരു ഞാൻ ചെറുതായി പോകുമല്ലോ, ഞാൻ അവിടെ മുന്നിൽ മോശമായി പോകുമല്ലോ എന്ന ഒരു ഭയത്തിനും അവകാശമില്ല. അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും പഠിപ്പിച്ചു തന്ന രീതിയിൽ പ്രവർത്തിക്കൽ നമുക്ക് നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കണം.